നമ്മള് ഒരു 6-7 വർഷത്തെ വലിയൊരു അഭിലാഷമാണ്, ആഗ്രഹമാണ്. നമ്മൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഐസ്ലാം ട്രസ്റ്റിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും മറ്റെല്ലാ ആക്ടിവിറ്റീസും അതിന് പ്രധാനമായും കാരണക്കാരായ നമ്മുടെ ഈ സത്യദ്വീപത്തിന് അതിന്റെ പൂർത്തീകരണത്തിന് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ, നമ്മളെ ഗുണകാംക്ഷികളായ നാട്ടുകാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രവാസികളും അവരംഗവഴിഞ്ഞ സഹായങ്ങളും കാരുണ്യങ്ങളും നമ്മള് നടത്തിപ്പോരുന്നതാണ്. അതിൽ പ്രധാന മുഖ്യ ഘടകമാണ് നമ്മുടെ സ്പോൺസേഴ്സ്. ഈ അവരുമായി ഒരു സ്നേഹസംഗമം നടത്താൻ കുറെ കാലങ്ങളെയാണ് ഉദ്ദേശിച്ചത്. പല സമയങ്ങളും സന്ദർഭങ്ങളും കടന്നുപോയി. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അത് ആ സ്നേഹസംഗമം നടപ്പിലാക്കാൻ വേണ്ടി സന്ദർഭം കിട്ടി, പരിശ്രമിച്ചു. മാഷാഅല്ലാഹ് കൂടാൻ സാധിച്ചു. ഇതില് വളരെ ഒരു ഖേദകരമായ ഒരു സംഗതി ഈ സന്ദർഭത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇതിൽ നമ്മളും കൂടെ ഇതിന്റെ ആരംഭകാലം മുതലേ ഈ പരിശ്രമത്തിന് വേണ്ടി, ഈ സന്ദീപത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നിലയിലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഊണും ഉറക്കം വൈകി നമ്മളോടൊപ്പം ഒത്തുചേർന്ന് രാപ്പകയില്ലാതെ പരിശ്രമിച്ചിരുന്ന നമ്മളെ 4 സഹോദരന്മാരും അവരെ കുറിച്ച് അനുസ്മരിക്കാതെ ഈ സ്നേഹസംഗമം, ഈ ഒത്തുകൂടൽ നമുക്ക് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത്രമാത്രം പ്രസക്തമാണ് ഈ സൗന്ദര്യമത്തിന് വേണ്ടി, ഡ്രസ്സിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവര് നമ്മോടൊപ്പം കൂടി നിർവഹിച്ച കാര്യങ്ങള് വലിയ കർത്തവ്യബോധത്തോടുകൂടി ആത്മാർത്ഥമായി. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമുക്ക് വിസ്മരിച്ചുകൂടാ. അതിന് മുമ്പേ കഴിഞ്ഞുപോയ നമ്മുടെ ഭാവക്ക നമുക്കറിയാം. നമ്മളെ പള്ളിയുമായും ട്രസ്റ്റുമായും എല്ലാം നമ്മളെ കൂട്ടത്തിലെ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും മുൻപന്തിയിലായിരിക്കും. എല്ലാ കാര്യങ്ങളും സമയാസമയം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും. ശ്വാസിക്കേണ്ടവർക്ക് ശ്വാസിക്കും, ഉണർത്തും, എല്ലാ നിലയിലും മുന്നിലായിരിക്കും. അദ്ദേഹത്തിന്റെ വേർപാട് വലിയ വിടവാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്കുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ദുഃഖ, അദ്ദേഹം നമ്മുടെ വലിയൊരു കാരണവരായിരുന്നു. ഇത് മാത്രമല്ല, ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളായിരുന്നു. നാട്ടുകാരാണ്, എല്ലാവർക്കും അറിയാം. വളരെ സൂക്ഷ്മതയോടുകൂടി രഹസ്യമായി
നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ സൽപ്രവർത്തനങ്ങളിലും സഹകരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വേർപാടും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാൻ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് കാലങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ശരി, മറുനാട്ടില് അദ്ദേഹം പ്രവാസ ജീവിതത്തിലായി ഗൾഫിലായ സമയത്ത് അവിടെ നമ്മുടെ മുഖ്യ സാരഥി സിംഗിൾ സാഹിബിനെ കൂടുതൽ ചെയർമാനായ ആ സിംഗിൾ സാഹിബിനെ കൂടുതൽ നമ്മളെ ട്രസ്റ്റിന് വേണ്ടിയും ഇതിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അഹോരാത്രം പരിശ്രമിച്ച വ്യക്തിയായിരുന്നു ആഷിം. അത് സുപരിചിതനാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും പരിശ്രമവും ചിന്താശക്തിയും എല്ലാം അതും നമുക്ക് ഒരിക്കലും ഈ സന്ദർഭത്തിൽ വിസ്മരിച്ചുകൂടാ. അതൊക്കെ വലിയ വേർപാട്, അവരെ വേർപാട് വലിയ ദുഃഖമുണ്ടാക്കി, വലിയ വിടവുണ്ടാക്കി. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടില് നമ്മളെ കൂടെ എല്ലാറ്റിനും ഒരുമിച്ച് നിന്ന് ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും പ്രവർത്തിച്ച പരിശ്രമിച്ച നമ്മുടെ സ്വന്തം റിയാസ്, അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ പ്രവർത്തനം, അവന്റെ പരിശ്രമം നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. അവന്റെ ഓരോ പ്രവർത്തനവും, അവന്റെ കാഴ്ചപ്പാടും, അവന്റെ വിശാലതയും എല്ലാം, അവന്റെ എല്ലാ അമലുകളും. ഇതുപോലെ തന്നെ അവന് ഒരു പകരം വെക്കാനാണില്ലാത്ത ഒരു വേർപാടാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. റിയാസ്. ഇങ്ങനെ 4 മഹൽ വ്യക്തികളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്നേഹസംഗമം നടത്താൻ, മുന്നോട്ട് പോകാൻ സാധ്യമാണ്. അപ്പൊ അവരെ വേർപാട് സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പൊ സാധാരണമായി ഞങ്ങൾ ഓർത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തായി നമ്മുടെ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ദുആയോടുകൂടി ഔദ്യോഗികമായി നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിപാടി കഴിയുന്നവരെ പൂർണ്ണമായി ഇൻഷാ അല്ലാഹ് പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിക്കും.